ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് തീർത്തും നിരാശ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലെ തുടർച്ചയായ തോൽവികൾക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിലും പരിശീലക സംഘത്തിലും വൻ അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാകുന്നത്. BCCI വളരെ ഗൗരവത്തോടെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ടീമിൽ പലരുടെയും കസേര തെറിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. T20 ലോകകപ്പ് വിജയത്തിന് ശേഷം പുതിയൊരു തുടക്കം കുറിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോയത്. എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായി വളരെ മോശം പ്രകടനമാണ് ടീം കാഴ്ചവെച്ചത്. അയർലൻഡിനെതിരായ തോൽവിക്ക് ശേഷം ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലും ഇന്ത്യ പരാജയപ്പെട്ടത് ആരാധകരെയും ക്രിക്കറ്റ് ബോർഡിനെയും ഒരുപോലെ അസ്വസ്ഥരാക്കിയിരിക്കുകയാണ്. ഒരു T20 മത്സരം പോലും ജയിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ടീം എത്തിയത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടുകളിൽ ഒന്നായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ ഭാവിയും ചോദ്യചിഹ്നമായി മാറുകയാണ്. ടീമിന്റെ തന്ത്രങ്ങൾ മെനയുന്നതിലും കൃത്യമായ ടീം തിരഞ്ഞെടുപ്പിലും ഗംഭീർ പരാജയപ്പെട്ടുവെന്ന വിമർശനം ശക്തമാണ്. 2027 വരെയാണ് ഗംഭീറിന് കരാറുള്ളതെങ്കിലും ഈ മോശം പ്രകടനം തുടരുകയാണെങ്കിൽ BCCI കർശന നടപടികളിലേക്ക് കടക്കുമെന്ന് ഉറപ്പാണ്. കളിക്കാരുടെ ഫോമും ക്യാപ്റ്റൻസിയിലുള്ള ആശയക്കുഴപ്പങ്ങളും ടീമിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. പ്രത്യേകിച്ച് ബ്രിസ്റ്റോളിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് 9 വിക്കറ്റിന് തകർപ്പൻ തോൽവി ഏറ്റുവാങ്ങിയത് ആരാധകരെ വല്ലാതെ വേദനിപ്പിച്ചു. ടീമിലെ ഓരോ കളിക്കാരന്റെയും പരിശീലകന്റെയും പ്രകടനം പ്രത്യേകം പരിശോധിക്കാൻ BCCI തയ്യാറെടുക്കുകയാണ്. വരുന്ന മത്സരങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ക്രിക്കറ്റിനെ രക്ഷിക്കാൻ BCCI എടുക്കുന്ന കടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് കാത്തിരുന്ന് കാണേണ്ടിവരും. ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു തോൽവി മാത്രമല്ല, മറിച്ച് ഒരു വലിയ തകർച്ചയാണ്. ലോകകപ്പ് നേട്ടത്തിന് ശേഷം ടീമിന്റെ മനോവീര്യം തകർന്നോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് നിർണായക ഘട്ടങ്ങളിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയായിരുന്നു പലപ്പോഴും. ക്യാപ്റ്റൻസിയിലുള്ള തുടർച്ചയായ മാറ്റങ്ങൾ ടീമിലെ താരങ്ങളെയും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. മുഖ്യ പരിശീലകൻ എന്ന നിലയിൽ ഗംഭീറിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ ഗ്രൗണ്ടിലെ തന്ത്രങ്ങൾ പരാജയപ്പെടുമ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് തന്നെയാണ്. ഈ സ്ഥിതിവിശേഷം തുടരുകയാണെങ്കിൽ BCCI കടുത്ത നിലപാട് സ്വീകരിക്കും. അത് ടീമിലെ സീനിയർ താരങ്ങളെയും ബാധിച്ചേക്കാം. ഇനി വരാനിരിക്കുന്ന മത്സരങ്ങൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അഗ്നിപരീക്ഷ തന്നെയാണ്. ഈ തോൽവികളിൽ നിന്ന് തിരിച്ചുവരാൻ ടീമിന് സാധിക്കുമോ, അതോ കൂടുതൽ വലിയ മാറ്റങ്ങളിലേക്ക് ടീം പോകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടിവരും. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ഗംഭീറിന്റെ സ്ഥാനത്തിന് മാത്രമല്ല, ടീമിലെ പല സീനിയർ താരങ്ങളുടെ സ്ഥാനത്തിനും അത് ഭീഷണിയാകും എന്നതിൽ സംശയമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ക്രിക്കറ്റ് ലോകം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്. ടീമിലെ ഈ തോൽവികളുടെ പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിനാണോ, അതോ ക്യാപ്റ്റനും കളിക്കാരും ഇതിന് മറുപടി പറയണോ? BCCI എടുക്കാൻ പോകുന്ന ആ കടുത്ത തീരുമാനങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി മാറ്റുമോ, അതോ ഇനിയും നമ്മൾ പരാജയങ്ങൾ തന്നെയാണോ കാണാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.